2 ദിവസമേ അടുപ്പിച്ചായിരുന്നു മഴ കേട്ടോ. 2 ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെയും ഇന്നും ഉച്ചവരെ നല്ല മഴയായിരുന്നു. അപ്പം ആ മാവുമേന്ന് ഇലകൾ നല്ല രീതിയിൽ തന്നെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. മാങ്ങയും വീണിട്ടുണ്ട്. പക്ഷെ മാങ്ങയൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പം അമ്മ കാണുമ്പോൾ പറയും നല്ല മാങ്ങയുടെ അങ്ങനെ തന്നേക്കാൻ പറയും. മാങ്ങയാണെന്ന് തോന്നിട്ട് എന്താ കാര്യം, ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പുഴുവായിരിക്കും. പുഴുവല്ലേ? കാണുമ്പോ അല്ല, പുഴുവാണത്. അയ്യേ, അവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ആ വഴിയിൽ നിന്ന് വെള്ളം ഒഴുകി പോണില്ല. വെള്ളം ആ വഴിയിലൊന്ന് കൂടും മഴ പെയ്യുമ്പോൾ. നമുക്ക് തുറന്നു വിടാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല എവിടെ. എന്തിട്ട് കൊണ്ടുവരണേ? ഈ സൈഡിലുള്ളത് ഞാൻ കോരി കൊണ്ടിട്ടു. ഇവിടുന്ന് അങ്ങടാണ് സ്ലോപ്പ് ശരിക്കും പറഞ്ഞാൽ. വെള്ളം മൊത്തം ഇവിടെ മഴ പെയ്യുന്നത് അങ്ങോട്ട് ഒഴുകി ചെല്ലും. അപ്പോൾ വഴിയിലവിടെ വെള്ളം കുറേ പോവാണ്ട് ഇങ്ങനെ കെട്ടിക്കിടക്കണ്ടോ. അതുകൊണ്ട് ഇവിടുത്തെ വെള്ളവും പോവില്ല. ഇത് പിടിക്കാൻ ഇട്ടോട്ടെ. എന്തായാലും നീ അടിച്ച് പോകുമ്പോൾ അതിൻ്റെ കൂടെ പോയിക്കൊള്ളോ. മോനെ കസേര മറിയും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ വാട്ടർ പ്ലാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നുണ്ട്. അക്കൂറിയത്തിലേക്ക് പിടിപ്പിക്കാനുള്ളതാണ്. ചീത്തയായി പോകാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇട്ടേക്കുന്നതാണ് ഇപ്പോൾ. പക്ഷെ വന്നേലേ കുറേ ചണ്ടിയൊക്കെ ഉണ്ടായി. ഇതുണ്ടോ, ഇത് വാഷ് ചെയ്തെടുക്കണം ശരിക്കും. ഇതിൽ ചണ്ടിയും വേറെ എന്തോ പ്രാണികളൊക്കെ ഉണ്ട്. അടുത്ത മഴ വരാനായിട്ട് ഇത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. നീ അടിക്കണേന് ഒരു ഫലം കാണാൻ ചാൻസ് ഇല്ല. വിടൂ, അടിച്ചോ. പക്ഷെ എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ മഴ പെയ്തിരിക്കും. പിന്നെ മഴ പെയ്യുമ്പോൾ പൊഴിയും. എന്ത് മുറുക്കണിയും കൊണ്ടുവരാം. നിന്നെ ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങിയെടുത്തോണ്ടിരിക്കും. രണ്ടാൾക്കാർ കുളിക്കാനായിട്ട് പോകുന്നു. ഷവറിലാണ് കുളിക്കണേ. ഗ്രേസ് ചെല്ല്. അപ്പം അമ്മേനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അതാ അവരുടെ അച്ചൂന്ന് കാണിക്കണ സ്റ്റീവാണ് പറിച്ചു കളയണ. ഒളിച്ചിക്കവര്. എടാ വേം കുളിക്ക്, വേം പോ. അപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം പള്ളിയിൽ പോണത്. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ കോഴിക്കോട് നിന്ന് കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും. അപ്പോൾ സണ്ണി ചേട്ടൻ ഇപ്പോൾ പോവാം. ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് പള്ളിയിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കണേ. ഹലോ അമ്മാമ നോക്കിയേ. ഹായ് പറയേ. അമ്മാമ കുളിച്ചു കഴിഞ്ഞുള്ളൂ. ഞങ്ങളും കുളിച്ചു കഴിഞ്ഞുള്ളൂ. നീ കുളിച്ചാ? അതോടേക്ക് അയ്യോ അപ്പ അവിടെയായിരുന്നു. അപ്പ ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ്. അപ്പ കുളിച്ചാ? അപ്പൊ കുളിച്ചു. ചേച്ചി നേരത്തെ എത്തി. അപ്പോൾ കുളി കഴിഞ്ഞോടി. എന്റെ കുളിച്ച് കഴിഞ്ഞു. ഓക്കേ. അയ്യോ ഓടെ. ഹലോ. അടക്കണ്ട. ഞാൻ പോണു. ഞങ്ങളൊക്കെ റെഡിയായി.
ഹായ് പള്ളി കയറണ്ട. ഗ്രേസ് പള്ളിയിലേക്ക് കൊച്ചപ്പ പോകണോ? ഞങ്ങളെല്ലാവരും റെഡിയായി. അപ്പൊ അമ്മരുണ്ട്. അമ്മ റെഡി ആയിട്ടില്ല. അമ്മ എപ്പോഴല്ലോ തന്നെ അമ്മ 6 മണിക്കുള്ള കുർബാനയ്ക്കാണല്ലോ പോണേ അല്ലേ? ഞങ്ങള് ചിലപ്പോ 6 മണിക്ക് അല്ലെങ്കിൽ ഇപ്പൊ ആക്കിയില്ല. സ്റ്റീവ് പള്ളി പോണോ? ഇപ്പൊ പോണോ? അവനൊക്കെ ഡ്രസ് മാറ്റി. ഹലോ ഗ്രേസിനെ എടുക്കാൻ ഹലോ പറഞ്ഞ ഹലോ 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 ഗ്രേസിന് സൈക്കിൾ സൈക്കിൾ ഇടിക്കുക. ഇപ്പൊ തിന്നിട്ട് പള്ളി പോയി വന്നിട്ടാ. പള്ളി പോയി വന്നിട്ട് എന്തോ അപ്പൊ പോവാണല്ലോ. അപ്പോൾ ഈ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടാ. ഇത് ലിജി ചേച്ചി ഉത്തർപ്രദേശിൽ നിന്ന് എനിക്ക് കൊണ്ടുവന്ന ഡ്രസ്സാണ്. കുറേ പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി കൊണ്ടുവന്ന ഡ്രസ്സ് കാണിച്ചില്ലല്ലോ എന്ന്. ചെറിയതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ. നല്ല ലെങ്ത്തൊക്കെ ഉണ്ട് ഷോളിൽ. എനിക്ക് എപ്പോഴും പ്രശ്നം വരുന്നത് ഷോളിൻ്റെ ലെങ്ത്താണ്. പിന്നെ ചുരിദാറിനാണെങ്കിലും ലെങ്ത്ത് ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ പോകാൻ പോവാണ് കേട്ടോ. മറിയം ത്രേസ്യയുടെ പള്ളിയിലേക്കാണ് പോണത്. എനിക്ക് വേണ്ട പെട്ടെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അഷ്ടമിച്ചിട്ടുള്ള ബിസ്മിയിലേക്കാണ് കേട്ടോ പോയത്. കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിക്കുകയാണ്. കുറച്ച് വെജിറ്റബിൾസും പിന്നെ ഇന്ന് മീൻ മേടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്താ ഞങ്ങൾ എത്തിയപ്പോഴേക്കും കടയൊക്കെ അടച്ചു പോയി. അപ്പോൾ വൈകുന്നേരത്തേക്കാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണക്കച്ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും പിന്നെ സോയ ചങ്ക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഗ്രേവി പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ്. കാരണം മീൻ കിട്ടാത്തത് നേരത്തെ ഓർഡർ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ഇന്നലെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കുറേ ലേറ്റ് ആയിട്ടാണ് ഞാൻ എണീറ്റ്. പിന്നെ അവരാണെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നലത്തെ കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചു. ഇന്നലെ അല്ല, ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചു. പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് മീൻ മേടിക്കാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും വെറുതെ പോയി. അപ്പോൾ കുഴപ്പമില്ല. ഞാൻ തേങ്ങ ഇടുന്നില്ല. മാങ്ങയും ചെറിയുള്ളിയും പിന്നെന്താ മാങ്ങ ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഉണക്ക ചെമ്മീൻ നല്ലോണം ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണേ. പക്ഷേ മിക്സിയിലിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തുള്ളൂ. ഭയങ്കരമായിട്ട് പായസം പോലെ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു മാങ്ങയിൽ നല്ല അത്യാവശ്യം പുളിയുണ്ട്, എന്നാലും ഇച്ചിരി വാട്ടർ കണ്ടന്റ് ഉണ്ടായ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും നല്ല ബുളുബുളൂന്നായിട്ടാണ് നമ്മുടെ ചമ്മന്തി. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേങ്ങയും കൂടി ഇട്ടായിരുന്നു ഇച്ചിരി കൂടി സ്ട്രോങ് ആയിട്ട് നിന്നായിരുന്നു തന്നെ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതലായിട്ട് അത് പായസം പോലെ ആയിപ്പോയി. പിന്നെ ചമ്മന്തി അല്ലേ, കുഴപ്പമില്ല എന്നുള്ളൊരിത്. പിന്നെ ഞാൻ പച്ചമുളക് ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ രണ്ടാമത് പച്ചമുളക് ഇട്ട് അടിച്ച്. എന്തായാലും ഫസ്റ്റത്തെ ട്രിപ്പിൽ തന്നെ നല്ല കുഴഞ്ഞു പോയായിരുന്നു. പിന്നെ സോയ ജങ്ക്സ് റെഡിയാക്കാൻ പോകണേ. അപ്പോൾ സോയ ജങ്ക്സ് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ച് എന്നിട്ട് തണുത്തോളം വെച്ച് നല്ലോണം ഒന്ന് പിഴിഞ്ഞൊക്കെ മാറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൂട്ടി തിരുമ്മിയിട്ട് ആദ്യം ഞാൻ ജസ്റ്റ് ഓയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റും. ഭയങ്കരമായിട്ട് ഫ്രൈ അല്ല, അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു അംശം പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ കറി വെക്കണ ആ ഒരു സ്റ്റൈലിൽ അങ്ങനെ റെഡിയാക്കി എടുക്കും. അപ്പോൾ അതിനുള്ള സവോളൊക്കെ ദേ ഒന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് എപ്പോഴും സോയ ചങ്ക്സ് എല്ലാവർക്കും എന്താ പറയുക ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റാണ്, മിക്ക ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ചെറിയൊരു പരിഹാരമാണ് അങ്ങനെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്.
അധികമല്ല, ലൂസായിട്ടുള്ള അങ്ങനെ ചാറൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗ്രേവിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഞാനിപ്പോൾ ചിരവണേന് പകരം കൊത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണേ. അപ്പോൾ അതിനേക്കുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ അത് ഇനി കറി ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പപ്പടം കൂടി വറക്കാൻ പോവാണേ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.